തൃപ്രയാറിൽ കാർ യാത്രികരെ ആക്രമിച്ച് 16 ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മലപ്പുറം അരീക്കോട് മുതുവലൂർ സ്വദേശി കട്ടിക് നബീൽ എന്ന ചത്തക്കുണ്ടങ്ങൽ വീട്ടിൽ നബീലാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 19-ന് ശനിയാഴ്ച രാത്രി 8:45 തൃപ്രയാർ പൈനൂർ റോഡിൽ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു കവർച്ച. പാലക്കാട് വിളയൂർ സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത് കുമാർ, അബ്ദുൽ മജീദ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. വെളുത്ത ടാറ്റ പഞ്ച് കാറിൽ 16,25,000 രൂപയുമായി തൃപ്രയാറിലേക്ക് വരികയായിരുന്നു കാർ യാത്രികർ. ദുബായിലുള്ള നബീൽ എന്നയാൾക്ക് ബിനാൻസ് വാലറ്റിലേക്ക് $US ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായി നാട്ടിൽ കൈമാറാൻ കൊണ്ടുവന്നതായിരുന്നു ഈ തുക. സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം നൽകി ബിനാൻസ് എക്സ്ചേഞ്ച് മുഖേന ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തുന്നവരെ കണ്ടെത്തി ഇന്ത്യൻ രൂപയ്ക്ക് കുറഞ്ഞ നിരക്കിൽ $US ആക്കി തരാമെന്നായിരുന്നു കവർച്ചാ സംഘം ഇടപാടുകാരെ വിശ്വസിപ്പിച്ചത്. ക്രിമിനൽ സംഘത്തിലെ 2 പേർ പാലക്കാട് സ്വദേശികൾക്കൊപ്പം കാറിൽ കയറി ഇവരുടെ കൈവശം പണമുണ്ടെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് മറ്റു സംഘാംഗങ്ങൾക്ക് വിവരം കൈമാറി. പിന്നീട് പൈനൂർ ആമലത്ത് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഇടപാടുകാർ സഞ്ചരിച്ച കാറിന് കുറുകെ നിർത്തി തടയുകയായിരുന്നു. ഈ സമയം പഞ്ചുകാറിലുണ്ടായിരുന്ന 2 പ്രതികൾ ഇടപാടുകാരുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്തു. തൊട്ടു പിന്നാലെ ഇന്നോവ കാറിലുണ്ടായിരുന്ന അക്രമികൾ പഞ്ചുകാറിന്റെ ചില്ലുകൾ തകർത്ത ഇടപാടുകാരെ വാൾ, കമ്പിവടി എന്നിവ കൊണ്ട് ആക്രമിച്ചു. തുടർന്ന് കാറിലുണ്ടായിരുന്ന 16,25,000 രൂപയും 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഐഫോണും കവർന്ന് പ്രതികൾ ഇന്നോവ കാറിൽ രക്ഷപ്പെട്ടു. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ കാമുകിയുമൊത്ത് കഴിഞ്ഞ മുഖ്യ സൂത്രധാരൻ നബീൽ ബുധനാഴ്ച കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട് വില്ലയുടെ വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ ഉടൻ തന്നെ പിടികൂടാനായി. കേസിൽ നേരത്തെ അറസ്റ്റിലായ മറ്റൊരു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതി നബീലിനെ കോടതി റിമാൻഡ് ചെയ്തു. അന്തിക്കാട് SHO VM കേഴ്സൺ, SI M അഫ്സൽ, P ജയകൃഷ്ണൻ, ഗ്രേഡ് ASIമാരായ രാജു, ഷൈൻ, ലിജു ഇയാനി, ES ജീവൻ, ഗ്രേഡ് സീനിയർ CPOമാരായ സോണി സേവ്യർ, CK ബിജു, കൃഷ്ണദാസ്, CPOമാരായ KJ ഷിൻഡോ, സുർജിത് സാഗർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.